ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എന്നോട് പലരും ചോദിക്കുകയുണ്ടായി ഇവിടെ തൃശ്ശൂർ ടൗണിൽ നല്ല പ്യോർ വെജ് റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണെന്ന്. അപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു എക്സ്പ്ലോറേഷൻ നടത്തിയപ്പോ വളരെ ആശ്ചര്യകരമായ ഒരു കണ്ടെത്തലിലാണ് നമ്മൾ എത്തിയത്. അതായത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 7 നല്ല കിഡിലൻ പ്യോർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇത് കൂടാതെ വേറെ ഉണ്ടോന്ന് അറിയില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ അറിയാമെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ എല്ലായിടത്തും ഫാമിലിക്ക് സൗകര്യമുള്ള സ്ഥലമാണോ എന്ന് അറിയില്ല. പക്ഷെ ഈ പോയ 7 റെസ്റ്റോറന്റുകളിലും നല്ല കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്, ഫാമിലി സീറ്റിങ്ങിനുള്ള സൗകര്യമുണ്ട്. സത്യത്തിൽ നമ്മളിവിടെ ഇവരുടെ എല്ലാവരുടെയും മീൽസ് കഴിച്ച് ഇവരെ ഒരു ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ തോറ്റുപോയി. കാരണം ഒരിടത്ത് കഴിക്കുമ്പോൾ തോന്നും ഇതാണ് നല്ല മീൽസ് എന്ന്, പിന്നെ അടുത്തയിലേക്ക് പോയപ്പോ അത് കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. അങ്ങനെ പോയി എല്ലാം ഒന്നിനോടൊന്ന് മെച്ചമായിട്ടാണ് തോന്നിയത്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഫീൽ ചെയ്തത്. അപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം എല്ലായിടത്തെ ഫുഡും ഹോസ്പിറ്റാലിറ്റിയും എല്ലാ ഫെസിലിറ്റീസും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പ്രോപ്പർ ഗ്രേഡിംഗ് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇനി നിങ്ങൾ പ്രേക്ഷകർക്ക് ഇതിനൊരു ടോപ്പ് 7 ഗ്രേഡിംഗ് കൊടുക്കാം എന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് 7 എണ്ണം കൊടുക്കുന്നത്. അപ്പൊ എന്നാ നമുക്ക് അങ്ങോട്ട് ഐശ്വര്യത്തോടു കൂടി തുടങ്ങാം അല്ലേ? ഇതിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ നിന്നും വരുന്ന ഒരാള് അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരാളോട് ആദ്യം ചോദിക്കുന്നത് ഹോട്ടൽ ഭാരത്തിൽ പോയോ എന്നാണ്. അപ്പോ തൃശ്ശൂർ എന്ന് പറയുന്നതിന് ഒരു പര്യായ പദമായിട്ട് തന്നെ പറയാം ഹോട്ടൽ ഭാരത്. ഇവർക്കുമുണ്ട് ഒരുപാട് പാർക്കിംഗ് സ്പേസ്. ഈ കാണുന്നത് ഇവരുടെ പ്രൈവറ്റ് പാർക്കിംഗ് സ്പേസ് ആണ്. പക്ഷെ ഇവരുടെ റെസ്റ്റോറന്റിലെ തിരക്ക് കാരണം ഇവരുടെ പാർക്കിംഗ് സ്പേസും എപ്പോ നോക്കിയാലും ഫുള്ളായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ആഹാ, ഒരു പൂരപ്പറമ്പിലുള്ള തിരക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ തിരക്ക് തന്നെയാണ്. അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ വിശാലമായ ഡൈനിങ് സ്പേസ്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരുടെ കിച്ചൺ ചെറുതാണെന്ന്. അല്ലേ അല്ല, ഇതിന്റെ ഇരട്ടി സ്പേസ് ഉണ്ട് ഇവരുടെ കിച്ചണിന്. അതും നല്ല മോഡേൺ എക്യുപ്മെന്റ്സ് ആൻഡ് മെഷീനറീസ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. അതേപോലെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ ഓരോ ഡിവിഷൻസ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കിച്ചൺ കാണിക്കാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ ഉച്ചയ്ക്ക് വന്നാൽ ഇവരുടെ മെയിൻ ഐറ്റം ഇവരുടെ മീൽസ് തന്നെയാണ്. ഇത് കൂടാതെ ചപ്പാത്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ട്. പിന്നെ രാത്രി ഡിന്നർ ടൈമിനാണ് ഇവരുടെ 19ഓളം വെറൈറ്റിയിലുള്ള ബ്രെഡ്സും അതേപോലെ നോർത്ത് ഇന്ത്യൻ ചൈനീസ് ഡിഷസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇത് ഇവരുടെ സ്പെഷ്യൽ മീൽസ് ആണ്. ഇവർക്ക് ഇത് കൂടാതെ സാധാ മീൽസും വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവരുടെ കുറച്ച് ബെസ്റ്റ് സെല്ലർ 4 മണി കടികളാണ്. ഇവരുടെ മൊരിഞ്ഞ വട, നല്ല ചൂട് പഴംപൊരി, നല്ല കിഡിലൻ കേസരി, പിന്നെ ഇവരുടെ സോഫ്റ്റ് അട. ഇത് കൂടാതെ ഇവരുടെ മസാല ദോശയും വളരെ ഫേമസ് ആണ്. പിന്നെ ഇവിടുത്തെ ട്രൈ ചെയ്യേണ്ട ഐറ്റം ഇവരുടെ കിഡിലൻ കായ ബജിയാണ്. ഈ റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തൃശ്ശൂരുകാര് ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു കിഡിലൻ പ്യോർ വെജ് റെസ്റ്റോറന്റ് ആണ്. ഇവർക്കുമുണ്ട് ഒരുപാട് കാർ പാർക്കിംഗ് സ്പേസ്. തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും ഒന്ന് റിഫ്രഷ് ചെയ്ത് ഭക്ഷണം കഴിച്ചിറങ്ങാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ റെസ്റ്റോറന്റിനോട് അടുത്തുള്ള ഇവരുടെ ഈ ടീ കടൈ എന്ന് പറയുന്ന ടീ സ്പോട്ടാണ്. അവിടെയുള്ള തിരക്ക് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങളൊരു 3:30-4 മണിക്ക് വന്നാൽ അവിടെയുള്ള തിരക്ക് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. അതായത് നല്ല ഫ്രഷ് ആയിട്ട് പലതരം വെജിറ്റേറിയൻ കടികളും അതേപോലെ ഓത്തന്റിക് ചാട്ട് ഐറ്റംസ് കിട്ടുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ്. ഇവർക്ക് തൃശ്ശൂര് മറ്റു പലയിടത്തും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ പലരെയും അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു റീസൺ ഇവരുടെ ട്രഡീഷണൽ ആർക്കിടെക്ചറൽ ഡിസൈൻ ആണ്. അതായത് ഓടും ഇഷ്ടികക്കട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള. പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ ഡേ റെസ്റ്റോ കഫേ പോലെയാണ് കാണുന്നത്. ഇവിടെയും നല്ല തിരക്കാണ്. ഇപ്പോഴത്തെ ന്യൂജൻ ക്രൗഡിന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും ഇവരുടെ മെനു നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ ഉണ്ട്, വിന്റേജ് ദോസാസ് ഉണ്ട്, സ്പെഷ്യൽ ദോസാസ് ഉണ്ട്, ടീ ആൻഡ് കോഫി. പിന്നെ ലഞ്ചിന് 2 തരം മീൽസ്
വരുന്നുണ്ട്, സൂപ്സ് വരുന്നുണ്ട്, സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഇന്ത്യൻ മെയിൻ കോഴ്സ് വരുന്നുണ്ട്. അതിൽ പലതും കേൾക്കാത്തതും കേട്ടതുമായി ഇവരുടെ തന്നെ സെപ്പറേറ്റ് വേർഷൻസ് ആണ് വരുന്നത്. പിന്നെ താസ സബ്സിയുടെ ഐറ്റംസ് വരുന്നുണ്ട്, പൾസസ് വരുന്നുണ്ട്, പലതരം ഇന്ത്യൻ ബ്രെഡ്സ് വരുന്നുണ്ട്, റൈസ് ഐറ്റംസ് വരുന്നുണ്ട്, ഓറിയന്റൽ കുസീൻസ് വരുന്നുണ്ട്, റൈസ് ആൻഡ് നൂഡിൽസ് വരുന്നുണ്ട്, സ്പെഷ്യൽ ഈവനിങ് ഡിലൈറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ഇവരുടെ സ്പെഷ്യൽ ചാട്ട് ഐറ്റംസ് വരുന്നുണ്ട്, ജ്യൂസസും മൊഹിത്തോസും ഷേക്സും ഡെസേർട്സും പേസ്ട്രീസും ഒക്കെ വരുന്നുണ്ട്. ഇവിടെയും ആദ്യം ട്രൈ ചെയ്തത് ഇവരുടെ കേരള മീൽസ് ആണ്, വളരെ നന്നായിരുന്നു. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ ഷാങ്ഗ്രില മഷ്റൂം ആണ്. അതിനുശേഷം ഇവരുടെ ഡൈനമൈറ്റ് മഷ്റൂമും വന്നു. പിന്നെ വന്നത് അധികം ഒന്നും ട്രൈ ചെയ്യാത്ത ഇവരുടെ സ്പെഷ്യൽ റാര പനീർ ഡിഷാണ്. അതിന് പിന്നാലെ ഒരു റൈത്ത വന്നിട്ടുണ്ട്. അപ്പൊ ആ റൈത്ത കൂട്ടി കഴിക്കാൻ ഇവരുടെ സ്റ്റഫ്ഡ് പറാഠയും വന്നിട്ടുണ്ട്. പിന്നെ വന്നത് ഇവരുടെ സിഗ്നേച്ചർ ഡിഷ് ഖോയ കാജു ആണ്. പിന്നെ വന്നത് ഇവരുടെ പുദീന പറാഠയാണ്. അതിന് പിന്നാലെ ഇവരുടെ ചീസ് ഗാർലിക് നാൻ വന്നു. പിന്നെ വന്നത് ഇവരുടെ സ്പെഷ്യൽ ഡിഷ് ഹൈദരാബാദി പനീർ ആണ്. അതിനുശേഷം 2 മൊഹിത്തോസ് ഓർഡർ ചെയ്തു, ഒരു വാട്ടർമെലൻ ആൻഡ് ഗ്രീൻ ആപ്പിൾ മൊഹിത്തോ. പിന്നെ ഓർഡർ ചെയ്തത് ഇവരുടെ എവിടെയും അധികം കാണാത്ത പാവ് ഭാജിയാണ്. അങ്ങനെ അവസാനം എത്തിയത് ഇവരുടെ ഭേൽപൂരിയാണ്. ഇതിനെക്കുറിച്ചും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതായത് ഹോട്ടൽ ഭാരതിന്റെ പോലെ തന്നെ തൃശ്ശൂരുകാരി നെഞ്ചിലേറ്റിയ മറ്റൊരു ആൻസിസ്ട്രൽ ആൻഡ് ട്രഡീഷണൽ റെസ്റ്റോറന്റ് ആണ്. ഈ കാണുന്നതാണ് ഇവരുടെ കാർ പാർക്കിംഗ് സ്പേസ്. അത്യാവശ്യത്തിന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടേക്ക് സ്റ്റെപ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇവരുടെ തന്നെ ബേക്കറി ആണ്. അപ്പൊ അവിടുത്തെ എല്ലാ ബേക്കറി ഐറ്റംസും ഇവര് തന്നെ നാച്ചുറൽ ഫുഡ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവരുടെ റെസ്റ്റോറന്റ് വരുന്നത് മുകളിലാണ്. അവിടേക്ക് സ്റ്റെപ്സും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. നമുക്ക് എന്തായാലും ഈ സ്റ്റെപ്സ് കയറിയിട്ട് തന്നെ പോകാം. സ്റ്റെപ്സ് കയറി എത്തുന്നത് തന്നെ ഇവരുടെ മെയിൻ റിസപ്ഷൻ ഡെസ്കിലാണ്. അതിന്റെ തൊട്ടടുത്ത് ഇവരുടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. തൊട്ട് പിന്നിൽ കാണുന്നതാണ് ഇവരുടെ ഓപ്പൺ ഡൈനിങ് ഏരിയ. അതുകൂടാതെ ഇവർക്ക് ഒരു AC റൂമും കൂടി ഉണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ വിശാലമായ ഓപ്പൺ ഡൈനിങ് സ്പേസ്. ഉച്ച കഴിഞ്ഞ ശേഷം വന്നതുകൊണ്ട് തിരക്കൊക്കെ കുറഞ്ഞു തുടങ്ങി. പക്ഷെ ഉച്ചയ്ക്ക് നല്ല തിരക്കായിരിക്കും. ഇവരുടെ ഫുൾ അവൈലബിൾ മെനു ഇവിടെ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ AC റൂമിലും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയും നല്ല ക്രൗഡ് ഉണ്ട്, ഓൾമോസ്റ്റ് ഫുൾ ആണ്. ഇവിടെ കഴിക്കുന്നവർക്കായിട്ട് സെപ്പറേറ്റ് വാഷ്റൂമും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ മെനു ഒന്ന് കണ്ടു കളയാം. ഇവിടെയും സൂപ്പ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, അതർ സ്പെഷ്യാലിറ്റീസ്, ഡ്രൈ ഫ്രൈ, ഇവരുടെ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ്, ചൈനീസ് ഐറ്റംസ്, ബിരിയാണി, പുലാവ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. പിന്നെ സെപ്പറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് മെനുവും ഉണ്ട്. ഇവിടെയും ഞങ്ങൾ ഇവരുടെ സ്പെഷ്യൽ മീൽസിൽ നിന്നാണ് തുടങ്ങിയത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഐറ്റം ആണ്. പിന്നെ വന്നത് ഇവരുടെ പനീർ ബട്ടർ മസാലയാണ്. അതിനുശേഷം വന്നത് ഇവരുടെ സ്പെഷ്യൽ ഐറ്റം ബട്ടൂര വിത്ത് ചന മസാലയാണ്. ബട്ടൂര ഒരു രക്ഷയില്ല. പിന്നെ വന്നത് ഇവരുടെ സാധാ ഫ്രൈഡ് റൈസ് ആണ്. അതിനുശേഷം ഇവരുടെ ഷെയ്സ്വാൻ ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു വട സെറ്റും വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഐറ്റം ആണ് ഇവരുടെ ഒരു സ്റ്റാർ ഐറ്റം പേപ്പർ റോസ്റ്റ്. കണ്ടാൽ തന്നെ വളരെ അട്രാക്റ്റീവ് ആണ്. ശരിക്കും ഒരു ബാഹുബലി റോസ്റ്റ് തന്നെയാണെന്ന് പറയാം. ഇവരുടെ ദോശകളിൽ ഉപയോഗിക്കുന്ന ബാറ്റർ ഒരു രക്ഷയുമില്ല. അതേപോലെ അതിന്റെ കൂടെ കിട്ടുന്ന ഈ വെള്ള ചട്നി വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അത് ഇതിന്റെ കൂടെ 2 കപ്പിലാണ് കൊടുക്കുന്നത്. അത്രയ്ക്കും സൂപ്പർ ഹിറ്റ് ചട്നിയാണ്. പിന്നെ ഇതിന്റെ കൂടെ സാമ്പാറും തക്കാളി ചട്നിയും വരുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ഇവരുടെ ഒരു ഗാർലിക് നൂഡിൽസ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ്, സിമ്പിൾ ആൻഡ് ടേസ്റ്റി. പിന്നെ പറഞ്ഞത് ഇവരുടെ പനീർ ബട്ടർ മസാല ദോശയാണ്. അതിനുശേഷം ഇവരുടെ മൈസൂർ മസാല ദോശയാണ്. പിന്നെ ഒരു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. അതിനുശേഷം ഇവരുടെ ഹോട്ട് ബേവറേജസ് ആയ ഒരു സാഫ്രൻ ടീ, പിന്നെ ഇവരുടെ നല്ല അടിച്ച ചായ, പിന്നെ ഇവരുടെ ഹോർലിക്സും കൂടിയാണ് ട്രൈ ചെയ്തത്. പിന്നെ വന്നത് ഇവരുടെ ഡ്രാഗൺ പനീറാണ്. അങ്ങനെ അവസാനം പറഞ്ഞത് ഇവരുടെ നല്ല മുരിഞ്ഞ പരിപ്പ് വടയും പിന്നെ അടയും പിന്നെ ഇവരുടെ അസോർട്ടഡ് സ്വീറ്റ്സുമാണ്. ഈ ഒരു റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ 365 ദിവസം നല്ല റീസണബിൾ റേറ്റിൽ നല്ല സദ്യ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. ഇവർക്ക് ഇവരുടെ കോമ്പൗണ്ടിൽ തന്നെ നല്ല പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇവരുടെ റെസ്റ്റോറന്റിന്റെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് കണ്ടാൽ പഴയൊരു തറവാട് വീട് റിനോവേറ്റ് ചെയ്തെടുത്ത പോലെയാണ് ഫീൽ ചെയ്യുക. പഴയ രീതിയിലുള്ള തൂണുകളും ഉമ്മറപ്പടിയും അതേപോലെ തുളസിത്തറയൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ വെയിറ്റിംഗ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് റൈറ്റ് സൈഡിൽ ഇവരുടെ റെഡി ടു കുക്ക് പ്രോഡക്ട്സിന്റെ ഒരു വലിയ ഷെൽഫ് തന്നെയുണ്ട്. പിന്നെ ഇവരുടെ റിസപ്ഷൻ ഡെസ്കും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇവരുടെ കോമൺ ഡൈനിങ് ഏരിയ വരുന്നത്. വളരെ സിമ്പിൾ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ മെനു, ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ. ഉച്ചയ്ക്ക് നല്ല സദ്യയാണ് കിട്ടുന്നത്. പിന്നെ ഡെസേർട്ടായിട്ട് പായസങ്ങളാണ് വരുന്നത്. പിന്നെ ടീ കോഫിയും വരുന്നുണ്ട്.
അപ്പൊ തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഒരു ഫാമിലി റൂമും വരുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും തോന്നും പഴയൊരു വീട് റെസ്റ്റോറന്റ് ആക്കി എടുത്തതാണെന്ന്. അങ്ങനെ ഓരോ റൂമും ഓരോ ഡൈനിങ് സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ കുറെ പൂട്ടിക്കിടക്കുന്ന വാതിലൊക്കെ കണ്ടപ്പോ പഴയ മണിച്ചിത്രത്താഴ് സിനിമയാണ് ഓർമ്മ വന്നത്. പിന്നെ അതേപോലെ ഈ ഒരു കോടിപ്പടി കയറുമ്പോഴും അതേ ഓർമ്മകളാണ് വന്നത്. ശരിക്കും ഒരു ആൻസിസ്ട്രൽ ആൻഡ് ട്രഡീഷണൽ തറവാട് വീട് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ മുകളിലുള്ള ഒരു ഓപ്പൺ ഡൈനിങ് സ്പേസ് ആണ്. അപ്പൊ ഇവിടെ കാറ്റൊക്കെ ആസ്വദിച്ച് അതേപോലെ മഴയുള്ള സമയത്ത് ആ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു സ്പോട്ട് പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടുത്തെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ആയാലും ചുമരുകളിൽ നല്ല രീതിയിലുള്ള പെയിന്റിങ്സ് ഉണ്ട്, അതേപോലെ പടങ്ങളുണ്ട്. കൂടുതലും നർത്തകിമാരുടെ ഒക്കെ ഫോട്ടോസ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് വാഷ്റൂം വരുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് ഒരു സെപ്പറേറ്റ് AC റൂം ഉണ്ട്. അപ്പൊ നമുക്ക് അവിടേക്കൊന്ന് കയറി നോക്കാം. ഈ റൂമും അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് വേറെ ചെറിയ റൂംസും ഉണ്ട്. അപ്പൊ നല്ല പോലെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് സദ്യയുടെ സമയത്തായിരിക്കും ഇത് കൂടുതലും ഫിൽ ആവുക. അപ്പൊ നമുക്ക് എന്തായാലും താഴെ പോയി ഇവരുടെ ഫാമിലി റൂമിൽ തന്നെ പോയി ഇരിക്കാം. അപ്പൊ നിങ്ങളൊരു സദ്യ ലവർ ആണെങ്കിൽ ഇവിടെ മസ്റ്റ് ആയി ട്രൈ ചെയ്യേണ്ടത് ഇവരുടെ റീസണബിൾ റേറ്റിൽ കിട്ടുന്ന ഈ സദ്യയാണ്. പിന്നെ ഡിന്നറിന് നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ ഗോബി ഫ്രൈ ആണ്. അതിനുശേഷം ഇവരുടെ പനീർ ബട്ടർ മസാല ചപ്പാത്തിയുള്ള ഒരു കോംബോ വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു സ്പെഷ്യൽ ദോശ, അതായത് ചോക്ലേറ്റ് ദോശയാണ് ഓർഡർ ചെയ്തത്. പലയിടത്തും കാണാത്തൊരു സംഭവമാണ്. പിന്നെ ഇവരുടെ സ്പെഷ്യൽ മഷ്റൂം മസാല ദോശയാണ് ഈ കാണുന്നത്. അത് കൂടാതെ ഇവരുടെ ഒരു ഊത്തപ്പം കൂടി ഓർഡർ ചെയ്തു. എല്ലാം നല്ല പ്രസന്റേഷൻ ആണ്. അതിന്റെ കൂടെ ചട്നി സാമ്പാറും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ഒരു പൂരി മസാലയാണ്. അതിനുശേഷം നല്ല ക്രിസ്പി ഉഴുന്നുവടയുടെ ഒരു സെറ്റും വാങ്ങി. അങ്ങനെ ലാസ്റ്റ് ഇവരുടെ അടിച്ച ചായയും കുടിച്ച് പിരിഞ്ഞു. ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഇവിടെ ഉണ്ടെന്ന് പലർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നേരെ ഹോട്ടൽ ഭാരതിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇവർക്കും ഇവരുടേതായ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സാധാ റെസ്റ്റോറന്റ് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ഡു നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന പഴഞ്ചൊല്ല് അർത്ഥവത്താക്കുന്ന രീതിയിലാണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജ്വല്ലറിയിൽ കയറിയ ഒരു പ്രതീതിയാണ്. വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. ഇവരുടെ ഫർണിച്ചർ ആയാലും അതേപോലെ ഇവരുടെ വാൾസും ഫ്ലോർസും ഒക്കെ ആയാലും വളരെ ഗ്രാൻഡ് ആയ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇതിന്റെ പേര് അർത്ഥവത്താക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നത് ഇവരുടെ ഒരു ഹ്യൂജ് ഓപ്പൺ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവർക്ക് വാഷ്റൂം ഉണ്ട്, അതിന്റെ അപ്പുറത്ത് കിച്ചണും ഉണ്ട്. പിന്നെ നേരെ മുകളിലേക്ക് തന്നെ ഇവർക്ക് വേറൊരു ഫ്ലോറും വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഇവരുടെ മുകളിലത്തെ ഫ്ലോറിലും കൂടി ഒന്ന് നോക്കാം അവിടെ എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത് അറിയാം. അപ്പൊ കയറി കഴിഞ്ഞാൽ ആ ലാൻഡ് ചെയ്യുന്ന പോർഷനിൽ തന്നെ 2 ടേബിൾ വരുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഇത്. റൈറ്റിലും ലെഫ്റ്റിലും നല്ലൊരു ഗ്രാൻഡ് വ്യൂ ആണ് ഇവരുടെ ആ ഒരു ഓപ്പൺ ഡൈനിങ് സ്പേസിന്റെ. പിന്നെ ഇവിടുത്തെ ലാൻഡിങ്ങിൽ നിന്നും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവരുടെ ഫസ്റ്റ് ഫ്ലോർ ഡൈനിങ് സ്പേസ് വരുന്നത്. ശരിക്കും ഒരു പലേഷ്യൽ ആംബിയൻസ് ആണ്. ഇത്രയും നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറന്റ് വേറെ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ കണ്ടിട്ട് തന്നെ ഇല്ലാന്ന് പറയാം. അപ്പൊ ആംബിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ആംബിയൻസ് നല്ല ഗ്രാൻഡ് ആംബിയൻസ് ആണ്. ഇനി നമുക്ക് ഇവരുടെ ഫുഡും കൂടി ട്രൈ ചെയ്ത് നോക്കണം ഇത് മൊത്തത്തില് ഗ്രാൻഡ് ആണോ എന്ന് പറയാൻ. അപ്പൊ ഇതാണ് ഇവരുടെ മെനു. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ പലതരം ദോശകൾ വരുന്നുണ്ട്, ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ ഇവരുടെ സിഗ്നേച്ചർ ഡിഷസ് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ പലതരം സൂപ്സ് വരുന്നുണ്ട്, സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്. എല്ലാം വളരെ റീസണബിൾ റേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവരുടെ പൊറോട്ടയിൽ തന്നെ പലതരം വെറൈറ്റീസ് വരുന്നുണ്ട്, സാലഡ്സ് വരുന്നുണ്ട്, റൈത്ത വരുന്നുണ്ട്, തന്തൂരി ചാർക്കോൾ ഗ്രില്ലിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇന്ത്യൻ ഗ്രേവീസിന്റെ ഒരു ഹ്യൂജ് സെക്ഷൻ തന്നെയുണ്ട്. പിന്നെ ഇവരുടെ തന്തൂർ ഐറ്റംസിലും ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ പുലാവ് ആൻഡ് ബിരിയാണീസിലും പല വെറൈറ്റീസ് വരുന്നുണ്ട്. പിന്നെ കേരള മീൽസ് അല്ലാതെ പലതരം താലികൾ വരുന്നുണ്ട്. പഞ്ചാബി താലി, മറാത്തി താലി, നോർത്ത് ഇന്ത്യൻ താലി, പിന്നെ പലതരം റൈസ് ആൻഡ് നൂഡിൽ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ഓറിയന്റൽ കുസീൻസും ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഓൾ ടൈം ഫേവറേറ്റ്സ് ആയ ഇവരുടെ ഡെസേർട്സ് വരുന്നുണ്ട്, ബർഗേഴ്സ് വരുന്നുണ്ട്, സാൻഡ്വിച്ചസ് വരുന്നുണ്ട്, ഫ്രഷ് ജ്യൂസസ് വരുന്നുണ്ട്, ഹോട്ട് ആൻഡ്
കോൾഡ് ബേവറേജസ് വരുന്നുണ്ട്. പിന്നെ ചാട്ട് ആൻഡ് സ്നാക്ക് ഐറ്റംസും വരുന്നുണ്ട് ഇവിടെ. അത് കൂടാതെ ഇവർക്ക് പലതരം മിൽക്ക് ഷേക്സ് ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ലസ്സീസും ഐസ്ക്രീംസും വരുന്നുണ്ട്. അപ്പൊ മെനു തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് എത്തിയത് ഇവരുടെ സ്പെഷ്യൽ തന്തൂർ പനീർ ടിക്കയാണ്. അതൊരു സിസിലർ ഐറ്റം ആണ്. പിന്നെ ഇവരുടെ നവരത്ന കുർമയാണ് എത്തിയത്. അതിനുശേഷം വന്നത് ഇവരുടെ നല്ലൊരു പനീർ ബട്ടർ മസാലയാണ്. പിന്നെ പറഞ്ഞത് ഇവരുടെ ഒരു ഷേസ്വാൻ നൂഡിൽസ് ആണ്. അതിനുശേഷം ഇവരുടെ പനീർ ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ട്. ഇത് കൊണ്ടുവരുന്ന വെസൽസ് ആയാലും നല്ല റിച്ച് ലുക്കാണ്. പിന്നെ മീൽസ് ആയിട്ട് പറഞ്ഞത് ഇവരുടെ വിഘ്നേശ്വര സ്പെഷ്യൽ മീൽസ് ആണ്. സ്പെഷ്യൽ മീൽസിന്റെ കൂടെ ഒരു ഹോട്ട് ആൻഡ് സോർ സൂപ്പും വരുന്നുണ്ട്. പിന്നെ ഇവരുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പാപ്പടും വരുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള ചോറും വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവരുടെ കറികൾ കൂട്ടി കഴിക്കാൻ ഒരു തന്തൂർ റൊട്ടിയാണ് പറഞ്ഞത്. അപ്പോ മീൽസ് സെർവ് ചെയ്യുന്നത് ഇലയിൽ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഇവരുടെ സ്പെഷ്യൽ ക്ലബ് ഷേക്ക് ആണ്. അപ്പൊ ഫുഡും ഗ്രാൻഡ് തന്നെ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അടുത്ത് തൃശ്ശൂർ ശോഭ സിറ്റി മോളിൽ തുടങ്ങിയ ഒരു ഫൈൻ ഡൈൻ പ്രീമിയം വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ്. പിന്നെ മോളിലായതുകൊണ്ട് ഇഷ്ടം പോലെ കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ എല്ലാ ഏജസിലുള്ള കസ്റ്റമേഴ്സിനും ഇവിടെ എത്താൻ സാധിക്കും. അതായത് ലിഫ്റ്റ് സർവീസും എസ്കലേറ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു ഫൈൻ ഡൈൻ ആംബിയൻ. വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ മെനു കാണുമ്പോൾ തന്നെ അറിയാം നല്ല എക്സ്പെൻസീവ് ആണ്. ഇവർക്ക് എല്ലാ സെക്ഷൻസും ഉണ്ട്. തന്തൂർ ഐറ്റംസ് ഉണ്ട്, സൗത്ത് ഇന്ത്യനും ഉണ്ട്, ചൈനീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഡിഷസും ഉണ്ട്. പിന്നെ ഇവർക്ക് സ്നാക്ക് ഐറ്റംസും ഉണ്ട്. പിന്നെ ഇവരുടെ ഹോട്ട് ആൻഡ് കോൾഡ് ബേവറേജസും ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രീമിയം കസ്റ്റമേഴ്സിനെ തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു സദ്യ ലവർ ആണെങ്കിൽ ഇവരുടെ സദ്യ ഒരു മസ്റ്റ് ട്രൈ ആണ്. 15ഓളം ഐറ്റംസ് വരുന്ന നല്ല ഗ്രാൻഡ് സദ്യയാണ്. അത് ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ ഒരു സ്പെഷ്യൽ പനീർ ഡിഷാണ്, പനീർ പസന്ത. അതിന്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ ഇവരുടെ സ്റ്റഫ്ഡ് നാനും വന്നിട്ടുണ്ട്. ഫുഡെല്ലാം കാണുമ്പോൾ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഓർഡർ ചെയ്തത് ഇവരുടെ ഒരു കസ്റ്റമൈസബിൾ തന്തൂർ പ്ലാറ്റർ ആണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയ്ക്കും വെറൈറ്റിയിലുള്ള ഫ്യൂഷൻ ഡിഷസ് ഞാൻ ഇതുവരെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലും കണ്ടിട്ടില്ല. പിന്നെ ഇവർക്കും ഫ്രണ്ടിൽ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ അഥവാ ഇത് ഫുള്ളായാൽ നേരെ ഇവരുടെ ബിൽഡിങ്ങിന്റെ ബാക്കിലും ഈ ഒരു സ്പേസ് വരുന്നുണ്ട്. രാത്രിയാണെങ്കിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കിനി എന്തായാലും ഇവരുടെ റെസ്റ്റോറന്റിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവർക്കും ഒരു സെപ്പറേറ്റ് സ്വീറ്റ് സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫാമിലി ഡൈനിങ് ആംബിയൻസോട് കൂടി ഒരു വിശാലമായ ഓപ്പൺ ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. ഒരു വാഷ് ഏരിയ വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ വിശാലമായ മെനു ഒന്ന് കണ്ടു നോക്കാം. ഇവർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ വരുന്നുണ്ട്. പലതരം ദോശകൾ വരുന്നുണ്ട്, ഊത്തപ്പം വരുന്നുണ്ട്, സൂപ്സ് ആൻഡ് സ്റ്റാർട്ടേഴ്സ് വരുന്നുണ്ട്, സാലഡ് വരുന്നുണ്ട്, ചൈനീസ് ഐറ്റംസ് വരുന്നുണ്ട്, തന്തൂർ ഐറ്റംസ് വരുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് വരുന്നുണ്ട്, സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് വരുന്നുണ്ട്, മിൽക്ക് മാജിക് ആൻഡ് ഫ്രൂട്ട് സെക്ഷൻ വരുന്നുണ്ട്, ഷേക്സ് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ സ്പെഷ്യൽസും വരുന്നുണ്ട്. ഇവിടെ ആദ്യം പറഞ്ഞത് ഇവരുടെ ഇല സദ്യയാണ്. നല്ല ഡീസന്റ് സദ്യയായിരുന്നു. പിന്നെ പറഞ്ഞത് ഇവരുടെ മലായ് പനീർ ടിക്കയാണ്. പിന്നെ വന്നത് ഇവരുടെ ഒരു കിഡിലൻ പനീർ ലോളിപോപ്പ് സ്റ്റാർട്ടർ ആണ്. അതിനുശേഷം ഒരു ഹണി ചില്ലി പൊട്ടാറ്റോ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇവരുടെ ഡ്രാഗൺ ഇഡ്ലി. പിന്നെ പറഞ്ഞത് ഇവരുടെ ഒരു മഷ്റൂം കോക്കനട്ട് ഫ്രൈ ആണ്. എല്ലാം നല്ല കിഡിലൻ സ്റ്റാർട്ടേഴ്സ് ആണ്. പിന്നെ വന്നത് ഇവരുടെ കപ്പ മഷ്റൂം ഐറ്റം ആണ്. അധികം എവിടെയും കാണാത്ത ഒരു ഫ്യൂഷൻ ഐറ്റം ആണ്. പിന്നെ വന്നത് ഇവരുടെ പനീർ കൊത്തു പൊറോട്ടയാണ്. അതിനുശേഷം ഇവരുടെ ഒരു കിഡിലൻ ലാഹോരി കോഫ്ത കറിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ കറി കൂട്ടി കഴിക്കാൻ ഇവരുടെ ബട്ടർ നാനും വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ ബട്ടർ കുൽച്ചയും വന്നിട്ടുണ്ട്. പിന്നെ വന്നത് ഇവരുടെ പനീർ ബിരിയാണിയാണ്. ബിരിയാണിയുടെ കൂടെ ഇവരുടെ ഒരു റൈത്തയും വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ പപ്പടവും വരുന്നുണ്ട്. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ നൂഡിൽസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ഇവരുടെ ഒരു പനീർ മസാല ദോശയാണ്. ഫുഡെല്ലാം ഗംഭീരായിരുന്നു. അങ്ങനെ ഇവർ ഡെസേർട്സ് ആയിട്ട് ഒരു മാംഗോ ഷേക്ക് വിത്ത് ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമുമാണ് ട്രൈ ചെയ്തത്. അപ്പൊ നമ്മുടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിന്റെ എക്സ്പ്ലോറേഷൻ ഇന്ന് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെയാണ് ഒരു ടോപ്പ് ഗ്രേഡിംഗ് കൊടുക്കുക? അതും ഇത്രയും നല്ല ഫുഡും ഇത്രയും നല്ല ആംബിയൻസും നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയും എല്ലാ റെസ്റ്റോറൻറ്റ്സും കാഴ്ചവെക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഒരു ടോപ്പ് 7 ഗ്രേഡിംഗ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക.
ഇത് കൂടാതെ വേറെ ചില റെസ്റ്റോറൻറ്റ്സ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോൾ അവര് തന്നെയാണ് പറഞ്ഞത് ചിലയിടത്ത് ബിസിനസ് ഇല്ല, ചിലയിടത്ത് അവർക്ക് താല്പര്യമില്ല. അപ്പൊ പിന്നെ ആ റെസ്റ്റോറന്റുകളിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ പോയി കഴിക്കാവുന്നതാണ്. പക്ഷെ ഈ 7 റെസ്റ്റോറന്റിലും ഇവരുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും റേറ്റും എല്ലാം പെർഫെക്റ്റ് ആണ്. പിന്നെ ഈ എല്ലാ റെസ്റ്റോറന്റിലും ഫാമിലിക്ക് പറ്റിയ നല്ല പെർഫെക്റ്റ് ഡൈനിങ് സ്പേസസ് ആണ്. അതേപോലെ ഇഷ്ടം പോലെ കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യമായാലും സർവീസിന്റെ കാര്യമായാലും മാനേജേഴ്സും അതേപോലെ സെർവ് ചെയ്യുന്നവരുമായ എല്ലാവരും വളരെ പുഞ്ചിരിയോടുകൂടിയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത്. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയ്ക്കും വിഭവസമൃദ്ധമായ ഫുഡ് ഇവിടെ തൃശ്ശൂരുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. അതായത് പല റെസ്റ്റോറൻറ്റ്സിനും അവരുടേതായ സിഗ്നേച്ചർ സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്. അത് ശരിക്കും ട്രൈ ചെയ്യുക തന്നെ വേണം, അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് ഡിഷസ് കഴിക്കാൻ സാധിച്ചു. അപ്പൊ അതിന് എല്ലാ റെസ്റ്റോറന്റ് ഓണേഴ്സിനോടും എന്റെ നന്ദിയുണ്ട്. സത്യത്തിൽ എനിക്ക് പേഴ്സണലി ഒരു റെസ്റ്റോറന്റിലും ഒരു തരത്തിലുമുള്ള മോശമായൊരു എക്സ്പീരിയൻസും ഫീൽ ചെയ്തില്ല. എല്ലായിടത്തും നല്ല വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു, അത് ഏത് കാറ്റഗറി എടുത്ത് നോക്കിയാലും. അപ്പൊ എനിക്ക് നിങ്ങൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എല്ലാ റെസ്റ്റോറന്റിലും പോയി ഇവിടുത്തെ ഫുഡുകൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.